മീൻ കറി തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. ചെറിയ അയില മീൻ വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു കറി തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. മീൻ കറി നമ്മൾ പലതരത്തിലും ചെയ്യാറുണ്ട്. അപ്പോൾ അയില മീൻ വെച്ചിട്ട് നല്ല എളുപ്പത്തിലും നല്ല ടേസ്റ്റോടും കൂടി ഒരു കറി തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇതാ കുറച്ച് ചെറിയ അയില മീനാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നതെന്ന് കാണാം. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് ആവശ്യമായ ഒരു ചെറിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ 2 ചെറിയ തക്കാളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണയിൽ കിടന്നിട്ട് ഈ സവാളയും തക്കാളിയും ഒരു 2 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. സവാള വഴന്നതിന് ശേഷം ഞാൻ തക്കാളി 4ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കൽ കഴിഞ്ഞു. ഇനി കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുവന്ന ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചും ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഈ ഉള്ളിയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ മീൻ കറിക്കൊക്കെ വഴറ്റിയെടുക്കുന്നത് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ലേശം വ്യത്യസ്തമായിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത്. അതേപോലെ കറിയിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നെടുക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിൽ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ വഴറ്റിയെടുത്ത തക്കാളിയും സവാളയും ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മളിതെല്ലാം കൂടി ഫ്ലെയിം വളരെ സിമ്മിലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടിയിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ വളരെ സിമ്മിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചെയ്യുകയാണ് കൂടുതൽ നല്ലത്. മണ്ണിൻ്റെ ചട്ടിയല്ലേ, അപ്പോൾ നല്ല ചൂടുണ്ടാവും. അതേപോലെ ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയിൽ വലിയ ജീരകം ഇട്ടിട്ട് പൊടിച്ചതാണ്, അതുകൊണ്ട് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നില്ല. ഈ മസാലപ്പൊടി ഇട്ടപ്പോൾ വെളിച്ചെണ്ണ കുറവ് തോന്നിയപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഈ മസാല ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. കറി തയ്യാറാക്കാൻ വേണ്ടി സാദാ പുളിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഈ കറിയിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുടംപുളി വെച്ചിട്ടും ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കിത് ചൂടായതല്ലേ, തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ പുളി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം കൂടി ചേർത്ത് പാകാക്കാവുന്നതാണ്. എന്നും ഒരേ രീതിയിൽ മീൻകറി തയ്യാറാക്കി ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഓരോ ദിവസവും ഓരോ തരത്തിൽ മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ വഴറ്റിയെടുത്ത തക്കാളിയും സവാളയും കൂടിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറിയിലേക്കുള്ള വെള്ളമൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് എത്രയാണ് ആവശ്യിച്ചാൽ അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ കറിക്ക് ആവശ്യമായ 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഞാൻ ഉലുവ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും കൂടിയും ഈ കറിയിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഈ ചാനലിൽ ഞാൻ ഒരുപാട് മീൻ കറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ തരത്തിലുള്ള മീൻ കറിയാണ് ഓരോ ദിവസവും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കറിയിലേക്ക് വെള്ളം പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം നമുക്ക് എത്രയാണ് ആവശ്യത്തിന് വെച്ചാൽ അത്ര ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ തിളച്ച മീൻ കറിയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റോടും നല്ല കട്ടിയോടും കൂടിയുള്ള മീൻ കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതേപോലെ മീൻ കറി തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി മീൻ നന്നായിട്ട് തിളച്ച് വെന്ത് കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അപ്പോൾ ഈ കറി നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കറി തന്നെയാണ് ഇത്. നല്ല കട്ടിയുണ്ട്, അതേപോലെ നല്ല ടേസ്റ്റും. നമ്മൾ മസാലപ്പൊടിയൊക്കെ എണ്ണയിൽ വറുത്തിട്ടല്ലേ ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ച കാരണം തന്നെയാണ് നല്ല ടേസ്റ്റോട് കൂടിയും നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള കറിയാണ്. അപ്പോൾ അറിയാത്തവരെന്തായാലും ഇതേ രീതിയിലൊന്ന് കറി തയ്യാറാക്കി നോക്കണം. അയിലമീൻ വെച്ചിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഞാൻ തയ്യാറാക്കിയ കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.